ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളൊരു ക്ലീനിങ് വ്ളോഗുമായിട്ടാണ്. ഇന്ന് വിശാൻ്റെ കടയിലോട്ട് പോകണം. അതിന് മുമ്പായിട്ട് കുറച്ച് ജോലികളുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് വീഡിയോ എടുക്കുന്നത്. രാവിലെ തൊട്ട് ഒരു ഉച്ച വരെ ഞാൻ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള ക്ലീനിങ് വ്ളോഗിനെ കുറിച്ച് കാണിച്ചു തരാനാണ് പോകുന്നത്. അപ്പോൾ സാധാരണ എല്ലാ ദിവസവും ഇങ്ങനെയൊക്കെ തന്നെയാണ് ക്ലീൻ ചെയ്യണത്. ഞായറാഴ്ച കുറച്ച് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യും. പക്ഷേ സാധാരണ നമ്മൾ ക്ലീൻ ചെയ്യുന്നതാണ് നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം നേരെ അടുക്കളയിലോട്ടാണ് പോണേ. അടുക്കളയിൽ ആദ്യം ഞാൻ അടുക്കള തൊട്ടാണ് തുടങ്ങുന്നത്. കാരണം എന്ന് വെച്ചാൽ അടുക്കള വൃത്തിയായി നമ്മളെ വീട് വൃത്തിയാവും എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടുക്കളയാണ് കൂടുതൽ, കാരണം അടുക്കള വൃത്തിയാക്കി എല്ലാ വീട് ഫുള്ള് വൃത്തിയായതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ അടുക്കളയിൽ പാത്രങ്ങളെല്ലാം കഴുകി വയ്ക്കുക. അപ്പോൾ രാവിലെ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് പാത്രങ്ങളൊക്കെ കിടക്കും. അതെല്ലാം ഞാൻ നല്ലതുപോലെ കഴുകി വെച്ചിട്ട് രാവിലെ പുട്ടും കടലക്കറിയായിരുന്നു. അപ്പോൾ ആ കടലയൊക്കെ എടുത്ത് ഒരു പാത്രത്തിൽ വെച്ച് ഫ്രിഡ്ജിലോട്ട് അങ്ങ് ആക്കി വെച്ചു. അത് കഴിഞ്ഞ് പിന്നെ അടുക്കളയിൽ അവിടെ ഓരോ സാധനങ്ങൾ കിടക്കുന്നതെല്ലാം ഓരോന്നായിട്ട് പറക്കി അടുക്കി ഒതുക്കി നല്ല വൃത്തിയായിട്ട് വെച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വേസ്റ്റ് എന്ന് വെച്ചാൽ ഒരു പാത്രത്തിലാക്കി വച്ചതിന് ശേഷം എല്ലാം കൂടെ ഒരു പാത്രത്തിലാക്കി വച്ചതിന് ശേഷം മാത്രമേ അതിനെ കൊണ്ട് കളയൂ. അപ്പോൾ അങ്ങനെ അതിനെല്ലാം കൊണ്ട് കളഞ്ഞിട്ട് നേരെ ഹോളിലോട്ട് പോയി. അപ്പോൾ അച്ഛനും അമ്മയും കിടക്കുന്ന കട്ടിലില്ല അവർക്ക്. അപ്പോൾ അച്ഛനും അമ്മയും ഒരു മെത്തയിലാണ് കിടക്കുന്നത്. അപ്പോൾ അവർ കിടക്കുന്നതിനും മെത്ത എടുത്ത് അവിടെ വെച്ചിരുന്നു. പിന്നെ അതിനെ കൊണ്ടുവയ്ക്കാൻ പോയപ്പോൾ ഒരു മാമി വന്നിട്ട്, അത് നമ്മുടെ വീടിൻ്റെ അപ്പുറത്തുള്ള മാമിയാണ്, കരപ്പൻ്റെ മരുന്ന് തരാൻ വന്നതാണ്. പിന്നെ അതൊക്കെ വാങ്ങിച്ചിട്ട് നേരെ മെത്തയൊക്കെ എടുത്ത് വെച്ച് അത് കഴിഞ്ഞ് പിന്നെ നേരെ ഞാൻ ഹോളിലോട്ട് പോയി. ഹോളിൽ ഇവർ കൈ കിട്ടുന്ന സാധനമെല്ലാം ഹോളിൽ കൊണ്ടങ്ങ് വയ്ക്കും. അപ്പം ഹോളെല്ലാം നല്ലതുപോലെ എല്ലാവരും കയ്യിൽ എന്തെടുക്കുമോ അതിനെ നേരെ ഹോളിൽ ആ മേശപ്പുറത്താണ് കൊണ്ടുവയ്ക്കുന്നത്, അല്ലെങ്കിൽ ആ ടിവിയുടെ അടുത്ത് കൊണ്ടുവയ്ക്കുക. അപ്പോൾ അവിടെ എല്ലാം നല്ലതുപോലെ വൃത്തിയാക്കിയിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് കസാരയെല്ലാം നല്ലതുപോലെ തുടച്ച് വെച്ച് അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ കൊച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. അവൾക്ക് പിന്നെ ഞാൻ ഒരു ചോക്ലേറ്റ് എടുത്ത് കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ഞാനും കുറച്ച് കഴിച്ച്. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ മുറിയിലോട്ട് വന്ന് മുറിയിൽ ഫുൾ അലങ്കോലമായിട്ട് കിടക്കുകയാണ്. കാരണം മുറി കിടന്നിട്ടൊക്കെ പിന്നെ കുറച്ച് തുണികളൊക്കെ മഴ ആയതുകൊണ്ട് തുണികളെല്ലാം മുറിക്കകത്താണ് ഉണക്കിയിടുന്നത്. അപ്പം അതെല്ലാം ഉണക്കി അതിന് മുമ്പേ ഞാൻ ഫസ്റ്റായിട്ട് ചെയ്യണത് ആദ്യം ജനലുകളെല്ലാം തുറന്നിട്ട് ഒരു പോസിറ്റീവ് എനർജിയാണ് കിട്ടണത്. അപ്പം ജോലി ചെയ്യാൻ ഒരു പോസിറ്റീവ് ഇത് കിട്ടും. അതുകൊണ്ട് ഞാൻ പിന്നെ ആദ്യമേ ജനലുകളെല്ലാം തുറന്നങ്ങിടും. അത് കഴിഞ്ഞിട്ട് പിന്നെ ബെഡ്ഷീറ്റുകളെല്ലാം മെത്തയാണ് ഇട്ടിരിക്കുന്നത്. കാരണം കുഞ്ഞുള്ളത് കൊണ്ട് അവൾ കട്ടിലിൽ നിന്ന് വീഴുന്നത് കൊണ്ട് ഞാൻ കട്ടിലെടുത്ത് മാറ്റിയിട്ട് മെത്തയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ മെത്തയിൽ ഞാൻ തുണികളെല്ലാം മടക്കി വയ്ക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ അവളും വന്ന് കളിച്ചിരിക്കുകയാണ് പുറത്ത്. അങ്ങനെ മെത്തയിൽ നിന്ന് തുണികളെല്ലാം മടക്കി വെച്ചതിന് ശേഷം പിന്നെ മെത്ത എടുത്ത് കുടഞ്ഞ് മാറ്റി വയ്ക്കും. അത് കഴിഞ്ഞ് നല്ലതുപോലെ കുടഞ്ഞ് മാറ്റി വെച്ചതിന് ശേഷം അവിടെയെല്ലാം തൂത്തുവാരും. നല്ല പൊടിയാണ്, കാരണം ഇവിടെ ഒരു മുറി ഞങ്ങൾ കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കെട്ടുന്ന സമയത്ത് നല്ല പൊടിയും പൊടിയൊക്കെ ഉണ്ടായിരുന്നു, സിമെൻറ്റ് പൊടിയൊക്കെ. അപ്പോൾ അതെല്ലാം ചവിട്ടിക്കൊണ്ട് എല്ലാവരും മുറിയിലോട്ട് കയറി നല്ല പൊടിയുണ്ട്. അതുപോലെ തന്നെ ജനലുകളിലെല്ലാം വല പിടിച്ചു. അത് എല്ലാവർക്കും അറിയായിരിക്കും, മിക്ക വീടുകളിലും നല്ലതുപോലെ വല പിടിക്കും. ഇപ്പോൾ നല്ല വല പിടിക്കും. അങ്ങനെ ഞാൻ വലയെല്ലാം നല്ലതുപോലെ തുടച്ച്. ഈ ജനലെന്ന് വെച്ചാൽ നമ്മുടെ ഒറ്റ കമ്പി വെച്ചിട്ടുള്ള ജനലല്ല. ഇതൊക്കെ ഉണ്ടോ, ഇത് ഇടുക്കുകളൊക്കെ ഉള്ള ജനലുകളാണ്. അതുകൊണ്ട് തുടയ്ക്കാൻ നല്ല പാടാണ്. ഓരോ ഇടവിൽ കൂടെ അത് തുണിയിട്ട് തുടയ്ക്കാൻ നല്ലൊരു പാടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അലമാരയുടെ ഗ്ലാസ് നല്ലതുപോലെ തുടച്ചിട്ട്, കാരണം വെള്ളം കൊണ്ടുവന്ന് അതിൽ പിടിക്കുമ്പോഴൊക്കെ നല്ലതുപോലെ കാണാൻ പറ്റില്ല. കാരണം ആ ഒരു പൊടിയും അതുപോലെ തന്നെ നല്ല പാടും ഉണ്ടായിരിക്കും. അപ്പോൾ അതെല്ലാം തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ പിന്നെ ഒരു മേശ സ്റ്റഡി ടേബിളല്ല, ഒരു മേശ ഉണ്ടായിരുന്നു. അപ്പം പിന്നെ ആ മേശ എടുത്ത് നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കി. നല്ല പൊടി ഉണ്ടായിരുന്നു മേശ. അത് കഴിഞ്ഞ് പിന്നെ ഡ്രോയെല്ലാം നല്ലതുപോലെ വൃത്തിയാക്കി തുണിയും വിരിച്ചിട്ട് അത് കഴിഞ്ഞ് പിന്നെ കുറേ ബാഗുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ ആ ബാഗുകളെല്ലാം തൂക്കിയിട്ട് ഞാൻ ചേട്ടൻ്റെ കടയിലോട്ട് പോകണം. അപ്പം ഒരുങ്ങുന്ന ഒരു വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്, കാണാൻ ഇഷ്ടമുള്ളവർക്ക് പോയി കാണാം കേട്ടോ. അപ്പോൾ ഞാനും എൻ്റെ കുഞ്ഞും കൂടെ ഒരുങ്ങി ആ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് പോസ്റ്റ് ചെയ്തതാണ്. അത് കഴിഞ്ഞ് പിന്നെ ചേട്ടൻ്റെ കടയിലോട്ട് പോവുകയാണ്. ചേട്ടൻ്റെ കട പൂൾനാടാണ്. പൂൾനാട് കടയിലാണ് KS ടയേഴ്സ് എന്നാണ്.
കടയുടെ പേര്. അപ്പം ടയറിൻ്റെ ഷോപ്പാണ്. അപ്പോൾ അങ്ങനെ അവിടെ ചെന്നിരുന്നു കുറച്ച് നേരം. അവിടെ ചെന്നിരുന്നത് അവിടെ പോയി ചുമ്മാ ചെന്നിരുന്നു. അപ്പോൾ ചേട്ടനും കൊച്ചും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണമെന്ന് ചുമ്മാ ഹായ് കാണിച്ചുകൊണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് അവിടെ കടയിൽ നിന്ന് വന്നതിന് ശേഷം ഞാൻ പിന്നെ നേരെ ഫാൻ തുടയ്ക്കാൻ വേണ്ടി പോയി. കാരണം നമ്മൾ പണിപ്പാതിക്ക് ഇട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ ഫാനിലെ പൊടിയൊക്കെ നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കി എടുത്ത് നനഞ്ഞ ഒരു തുണി കൊണ്ട് നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കി ആ പൊടികളെല്ലാം നല്ലപോലെ തൂത്ത് കളഞ്ഞു. കാരണം ഞാൻ ഇത് ഒരാഴ്ചയ്ക്ക് ഉള്ളിലൊക്കെ ഞാൻ ഇത് ഫാൻ നല്ലതുപോലെ തുടയ്ക്കും. കാരണം കാറ്റ് നല്ല കുറവായിരിക്കും. അതുകൊണ്ട് 5ൻ്റെ സ്പീഡ് ഇട്ടാൽ പോലും കാറ്റ് നല്ല കുറവായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് സമയങ്ങളിൽ ഞാൻ ഫാൻ നല്ലപോലെ തുടച്ചിടും. അത് കഴിഞ്ഞ് പിന്നെ നല്ലപോലെ അടിച്ച് വാരി മുറിയൊക്കെ നല്ലപോലെ അടിച്ച് വാരിയിട്ട് അങ്ങനെ ഓരോ മുക്കും മൂലയായിട്ട് നല്ലതുപോലെ അടിച്ച് വാരി ഇട്ട് തുടയ്ക്കുന്നില്ല. ഇന്ന് തുടയ്ക്കാൻ പറ്റില്ല. ഞാൻ ഞായറാഴ്ച ദിവസങ്ങളിലാണ് കൂടുതലും തുടയ്ക്കുന്നത്. അപ്പോൾ പിന്നെ മെത്തയൊക്കെ പിടിച്ചിട്ട് പിന്നെ ഹോളിൽ വന്ന് ഹോളൊക്കെ തുടച്ചിട്ട്, അപ്പോൾ ഹോളിൽ തുടച്ചിട്ടപ്പോഴേ മേശയിൽ വീണ്ടും സാധനങ്ങൾ കൊണ്ടുവച്ചു എല്ലാവരും കൂടെ. പിന്നെ കുഞ്ഞ് ഇപ്പോൾ ഫ്രണ്ടിലാണ്. അവൾ ഇറങ്ങി ഓടാതിരിക്കാൻ വേണ്ടിയാണ് ആ ഫ്രണ്ടിലൊരു കെട്ടിയിരിക്കുന്നത്. അതൊരു പലവ വെച്ച് അടിച്ചതാണ്. അത് കഴിഞ്ഞ് പിന്നെ അടുക്കളയിലെല്ലാം എല്ലായിടവും നല്ലപോലെ തൂത്ത് വൃത്തിയാക്കി ഇട്ട് അടുക്കളയിൽ നിന്നൊക്കെ നല്ലതുപോലെ പൊടി ഉണ്ടായിരുന്നു. കാരണം പുറത്തുനിന്ന് ചോട്ടിക്കൊണ്ട് വന്ന പൊടിയെല്ലാം കൂടി ഉണ്ടായിരുന്നു. പിന്നെ പൊടിയെല്ലാം നല്ലതുപോലെ തൂത്ത് വാരിയിട്ട് എല്ലാം ഞാൻ കളഞ്ഞതിന് ശേഷം പിന്നെ മേശ വീണ്ടും അടുക്കി പറക്കി വെച്ചു. കാരണം ഉച്ചയ്ക്ക് അവർ ചോറ് കഴിക്കാൻ വന്നിരുന്നു. അപ്പോൾ പിന്നെ ടേബിളെല്ലാം നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കി ഇട്ട് അവിടെ അപ്പോൾ അമ്മ വന്നിരുന്നു. അമ്മ അയൽക്കൂട്ടത്തിന് പോയിരിക്കുകയായിരുന്നു. അപ്പം പിന്നെ അയൽക്കൂട്ടമൊക്കെ കഴിഞ്ഞ് അപ്പം ഞാൻ പിന്നെ ഓരോന്ന് ബിസ്ക്കറ്റുകളൊക്കെ കിട്ടിയിരുന്നു. ഒരു ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് കുഞ്ഞിന് വേണ്ടിയിട്ട് ബിസ്ക്കറ്റുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നു. അപ്പം പിന്നെ അതിനെല്ലാം ഒരു കുപ്പിക്കകത്ത് നല്ലപോലെ എയർ ടൈറ്റായിട്ട് അടച്ച് വച്ച് അത് കഴിഞ്ഞ് പിന്നെ നല്ലപോലെ അടുക്കി ഒതുക്കി നല്ലപോലെ തുടച്ചൊക്കെ ഇട്ട് കേട്ടോ നല്ലപോലെ. അത് കഴിഞ്ഞ് പിന്നെ നേരെ നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ ജനലുകൾ തുറന്നിട്ടിരിക്കുകയായിരുന്നു. അതിനെല്ലാം അടച്ചിടണം. കാരണം നല്ല പൊടി പുറത്തുനിന്നുണ്ട്. അതുകൊണ്ട് നല്ലവണ്ണം തുടച്ചിട്ടതിന് ശേഷം പിന്നെ മെത്തയില്ല റൂമിൽ വന്ന് മെത്തയൊക്കെ നല്ലതുപോലെ പിടിച്ചിട്ട് അത് കഴിഞ്ഞ് നല്ലതുപോലെ പുതിയ ബെഡ്ഷീറ്റ് വിരിച്ചിട്ട്, കാരണം ഞാൻ മൂന്ന് ദിവസത്തിൽ കൂടുമ്പോൾ ബെഡ്ഷീറ്റുകൾ പുതിയത് വിരിച്ചിടും. കാരണം കുഞ്ഞുകൂടെ ഉള്ളതുകൊണ്ട് പുതിയതായിട്ട് ഞാൻ ബെഡ്ഷീറ്റുകൾ ഓരോന്ന് പുതിയത് 3 ദിവസത്തിൽ കൂടുമ്പോൾ ഞാൻ ബെഡ്ഷീറ്റുകൾ മാറ്റി പുതിയത് വിരിച്ചിടും. അത് കഴിഞ്ഞ് പിന്നെ തലങ്ങണികളെല്ലാം ഇട്ട് പിന്നെ കുഞ്ഞിന് വേണ്ടി കിടക്കാനാണ് അങ്ങനെ ഒരു ബെഡ്ഷീറ്റ് ഞാൻ വിരിക്കുന്നത്. അവൾക്കൊന്ന് കംഫർട്ടായിട്ട് കിടക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആ ജനലുകളെല്ലാം അടച്ചിട്ട് ഞാൻ പിന്നെ കർട്ടൻ ഇടും. കാരണം കൂടുതലും ജനൽ തുറന്നിട്ട് ഇവൾ നോക്കിക്കൊണ്ട് നിൽക്കുക. മെത്തയുടെ പുറത്ത് കയറി ജനലിലോട്ട് നോക്കിക്കൊണ്ട് വല്ലതും വീഴുകയാണെങ്കിലോ എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ ആ ജനലെല്ലാം അടച്ചിട്ടിട്ട് നേരെ കർട്ടനെല്ലാം ഇടും. പിന്നെ ഇത് നമ്മുടെ മുറ്റമാണ്. മുറ്റത്ത് നല്ല ഇലയുണ്ട്, മാവിൻ്റെ ഇലയാണ്. അപ്പുറത്തെ വീട്ടിലവരെ മാവിൻ്റെ ഇല നല്ലതുപോലെ മുറ്റത്തെല്ലാം വീണ് കിടക്കുന്നുണ്ട്. നല്ല പണിയുണ്ട് അത് തൂത്തുവാരിയിടാൻ വേണ്ടിയിട്ട്. അവർ വെട്ടിത്തരിയൊന്നുമില്ല, അതുകൊണ്ട് തൂത്തേ പറ്റൂ. ഇപ്പോൾ ഇല പൊഴിയുന്ന സമയമായതുകൊണ്ട് മാവിനൊക്കെ നല്ല ഇടണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.